ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു ലക്ഷറി ഇൻഡിപെൻഡൻറ്റ് വില്ലയാണ്. 5.75 സെൻസിൽ 1975 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 3 BHK വില്ല. ഇത് സെമി ഫർണിഷ്ഡ് ആണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1.05 CR ആണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഇനി ഒരു പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ 1 ഏക്കർ 30 സെൻറ്റിൽ 16 വില്ലകളുള്ള ഒരു കമ്മ്യൂണിറ്റിയാണിത്. നമ്മൾ ഒത്തിരി പ്രാവശ്യം ഈ കമ്മ്യൂണിറ്റിയിൽ പല വില്ലകളും കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ സെയിലായും പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡിമാൻഡുള്ള ഒരു കമ്മ്യൂണിറ്റിയാണിത്. കാരണം ഇൻഫോ പാർക്കിൻ്റെ വളരെ അടുത്താണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റിൽ സെമി ഫേർണിഷ്ഡ് ആയിട്ടുള്ള നല്ല വില്ലകൾ നമുക്ക് കിട്ടൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇൻഫോ പാർക്കിൽ നിന്ന് കറക്റ്റ് 7.3 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. ഒരു 15 മിനിറ്റ് ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് ആണ് വരുന്നത്. കരിമുകൾ ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്റേഴ്സ്, കരിമുകൾ വൈറ്റില മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ. അപ്പോൾ ഭയങ്കര സിറ്റി നോക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ എനിക്ക് സിറ്റിക്ക് നടുക്ക് താമസിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ല. ഞാനത് ആദ്യമേ പറഞ്ഞേക്കാം. മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ ഇൻസൈഡ് ആണ്. പക്ഷേ പോകുന്ന റോഡൊക്കെ വളരെ വൈഡാണ്. നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ്. വളരെ സമാധാനമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു ഓപ്ഷനാണ്. റിട്ടയർഡ് ലൈഫൊക്കെ നോക്കുന്നവർക്ക്. കാരണം നല്ല ശുദ്ധമായ വെള്ളം, ശുദ്ധമായ വായു, നല്ല കമ്മ്യൂണിറ്റിയാണ്. അതൊക്കെയാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ. അതുപോലെ 7 മീറ്റർ വൈഡ് റോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ക്ലബ് ഹൗസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളൊരു സ്പേസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ വില്ലയിലേക്ക് വരുമ്പോൾ ഇതൊരു കോർണർ പ്ലോട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഓപ്പൺ ആണ്, സൈഡിലും ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു വാക്ക് ത്രൂ റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഓവറോൾ വ്യൂവും കാര്യങ്ങളും മനസ്സിലാവും. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളിതിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഒരു ദിവസം മുമ്പെങ്കിലും എന്നോട് പറയണം. കാരണം കീ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1 ഡേ മുമ്പ് പറഞ്ഞാലാണ് നമുക്ക് നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വാക്ക് ത്രൂയിലേക്ക് പോവാം. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ എലിവേഷൻ വരുന്നത്. വളരെ ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എലിവേഷനാണ്. എടുത്തു പറയേണ്ടത് അതിന് കൊടുത്തിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. പിന്നെ നല്ല റിച്ച് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്കിതിൻ്റെ ഒരു കവേർഡ് ആയിട്ട് വരുന്ന കാർ പാർക്കിംഗ്. ഇത് നമുക്ക് 5.75 സെൻസിൽ 1975 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വില്ലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ വീടുകളും നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. മൊത്തം കമ്മ്യൂണിറ്റി ആണെങ്കിലും അവർ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ റോഡ് എന്ന് പറയുന്നത് 7 മീറ്റർ വൈഡ് റോഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നല്ല രീതിയിലുള്ള ഒരു ക്രോസ് വെന്റിലേഷനും ഓപ്പൺനെസ് ഒക്കെ നമുക്ക് ആ ഒരു വില്ലയ്ക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതൊരു കോർണർ പ്ലോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി ഉള്ളൊരു വില്ലയാണ്. നമ്മൾ വില്ലയിലേക്ക് വരുമ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നതാണ് അതിൻ്റെ ലിവിങ് ഏരിയ. ലിവിങ്ങും ഡൈനിങ്ങും തമ്മിൽ നമുക്കൊരു സെപ്പറേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രൈവസി വരുന്നുണ്ട് അവിടെ. പിന്നെ നമ്മളിപ്പം ഈ ഒരു വില്ലയിലേക്ക് വരാണെങ്കിൽ അത്യാവശ്യം ഫാനും ലൈറ്റ്സും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ മൂവബിൾ ഫർണിച്ചേഴ്സ് മാത്രമാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു വീട്ടിലുണ്ട്. പിന്നെ സ്റ്റെയറിൻ്റെ താഴെ ആയിട്ടാണ് നമുക്ക് ആ ഒരു
വാഷ് ഏരിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുക്കാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട് സ്റ്റെയറിൻ്റെ താഴെയായിട്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് കിച്ചണാണ്. ഇതാണ് നമുക്ക് ആ ഒരു കിച്ചൺ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു കിച്ചണാണ്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് എല്ലാം കിച്ചണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നൊരു വീടാണ്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഒരു 6ാമത്തെയോ 7ാമത്തെയോ വില്ല എങ്ങാണ്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ചെയ്യുന്നത്. പൊതുവേ നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ സെയിൽ നടക്കാറുണ്ട്. ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് സമാധാനപരമായിട്ട് സൈലൻ്റ് ആയിട്ടൊക്കെ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു ഏരിയയാണ്. ഇതൊരു യൂട്ടിലിറ്റി ഏരിയ ആണ്. അവിടെയാണ് നമുക്ക് ആ ഒരു വാഷിംഗ് മെഷീൻ്റെയൊക്കെ പോയിന്റ്സ് കൊടുത്തിരിക്കുന്നത്. വളരെ ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. വളരെ സമാധാനത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. 1 കിലോമീറ്റർ മെയിൻ റോഡിൽ നിന്ന് ഇൻസൈഡ് ആയിട്ടാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൻപുറത്തിൻ്റെ ഒരു സ്റ്റൈലാണ്. ഇത്രയും ഏരിയ നമുക്ക് ഈ ഒരു വീടിൻ്റെ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കിണർ വരുന്നുണ്ട്. കിണർ നമുക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് കെട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആരും സ്റ്റേ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇത്രയും സ്പേസ് നമുക്ക് ബാക്കിൽ വരുന്നുണ്ട്. ഒരു ചെറിയ ഗാർഡൻ ചെയ്യാനും അതുപോലെ തന്നെ കൃഷിയൊക്കെ ചെയ്യണമെങ്കിലും നല്ല സ്പേസ് നമുക്ക് ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നുണ്ട്, ഇതൊരു കോർണർ പ്ലോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഒരു റോഡാണ് വരുന്നത്. അത് പോകുന്നത് എഗെയിൻ അവിടെ നമുക്ക് 1-2 വീടുകൾ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത്. നല്ല ഹൈറ്റ് ഉള്ളൊരു ഭൂമിയിലാണ്, കരഭൂമിയാണ്. അപ്പം അതൊക്കെ ഞാൻ ഇനീഷ്യലി പറഞ്ഞിരുന്നു. ഇനി ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് താഴത്തെ ബെഡ്റൂമാണ്. അപ്പോൾ താഴെ നമുക്ക് ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിലും നമ്മൾ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ ഈ ഒരു റേഞ്ചിൽ വരുന്ന വില്ലകളിൽ അങ്ങനെ സ്റ്റോറേജ് സ്പേസും എല്ലാം നമുക്ക് കിട്ടാറില്ല. എല്ലാം പ്ലെയിൻ ആയിട്ടായിരിക്കും കൂടുതൽ വരാറുള്ളത്. ഇതാണ് ആ ഒരു ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഈ ഒരു കളർ കോമ്പിനേഷനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം വളരെ സിമ്പിളാണ് ഇതിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. നമ്മൾ കയറി വരുമ്പോൾ നല്ലൊരു ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചൺ, ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട്, പിന്നെ ഒരു യൂട്ടിലിറ്റി സ്പേസ്, ഇതൊക്കെയാണ് നമുക്ക് താഴെ വരുന്ന കാര്യങ്ങൾ. ഇനി മുകളിലേക്ക് നമ്മൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പർ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ താഴെ കണ്ട പോലെ തന്നെ ഫാനും ലൈറ്റ്സൊക്കെ ഇവിടെയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പർ ലിവിങ് ഏരിയ എന്നാണ് നമുക്ക് ഇനി വരുന്ന ബെഡ്റൂമുകളും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അപ്പർ ലിവിങ് ഏരിയയിൽ നിന്ന് ഇവിടെ നമുക്ക് ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയും വരുന്നുണ്ട്. പിന്നെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ടെറസ് പോലെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പല സൈസിലുള്ള വില്ലകളാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളത്, പല റേഞ്ചിലുള്ള. ഓൾമോസ്റ്റ് ഒരു 7 to 8 ഫാമിലീസ് ഇവിടെ ഉണ്ട്. മൊത്തം 16 വില്ലകളാണ് വരുന്നത്. കൂടുതലും യൂറോപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ ഇൻഫോ പാർക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിലുള്ള ആളുകളും ഇവിടെ സ്റ്റേ ഉണ്ട്. ഇനി ഈ കാണുന്നതെന്ന് പറയുന്നത് അടുത്തൊരു ബെഡ്റൂമാണ്. ഇപ്പോൾ മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിലൊരു ബെഡ്റൂമാണിത്. അപ്പോൾ ഇവിടെയും നമ്മൾ ഒരു നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവർ ഈ സെലക്ട് ചെയ്യുന്ന കളേഴ്സൊക്കെ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ എനിക്ക് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ 6-7 വില്ലകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഓരോന്നിലും ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര റിച്ചായിട്ട് ഇവരെ കൊടുക്കാറുണ്ട്. ഈ ഒരു ടൈൽസ് ആണെങ്കിലും എല്ലാം നല്ലൊരു കളർ തീമാണ് എപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്. പിന്നെ എല്ലാം വളരെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് എങ്ങനെ മെറ്റീരിയൽസിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഓക്കെ, ഇനി ഈ കാണുന്നതെന്ന് പറയുന്നത് അടുത്തൊരു ബെഡ്റൂമാണ്. അപ്പം നമുക്ക് 3 ബെഡ്റൂംസാണ് മൊത്തം വരുന്നത്. 3 ബെഡ്റൂംസും അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോർണർ പ്ലോട്ട് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രൈവസി ഉണ്ട്. പിന്നെ കുറച്ചും കൂടെ ക്രോസ് വെന്റിലേഷനും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ നമുക്ക് റോഡാണ് വരുന്നത്, ഫ്രണ്ടിലാണെങ്കിലും 7 മീറ്റർ വൈഡ് റോഡാണ് വരുന്നത്. ഒരു സൈഡിലാണെങ്കിൽ നമുക്ക് കുട്ടികളുടെ ആ ഒരു കളിക്കുന്ന ഏരിയ, മുതിർന്നവർക്കൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയൊക്കെയാണ് വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വീട് കുറച്ചും കൂടെ സ്പെഷ്യലാണെന്ന് ഞാൻ പറയാൻ കാരണം. ഇത് നമുക്ക് ആ 3ാമത്തെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റും കാര്യങ്ങളാണ് വരുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അയണിങ്ങിനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്പേസ് അവിടെ വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്കൊരു ഓപ്പൺ ടെറസായിട്ടാണ് കിടക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് മുകളിൽ ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ചെറിയൊരു യൂട്ടിലിറ്റി ഏരിയ പോലെ നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്തെടുക്കാം. ഇതാണ് ഈ ഒരു വീടിൻ്റെ ബാക്ക് സൈഡ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ബാക്ക് സൈഡ് കിട്ടുന്നത്. ഫുള്ള് ചെടികളും മരങ്ങളൊക്കെയുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കീ എൻ്റെയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം മുമ്പെങ്കിലും ഒന്ന് വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇത് കാണാൻ വരുമ്പം. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വ്ളോഗുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. താങ്ക് യു സോ മച്ച്.